ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് പ്രാരി അയ്യപ്പൻകാവ് ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. പാലക്കാട് നിന്ന് പൂടൂർ പോകുന്ന റൂട്ടിൽ അയ്യപ്പൻകാവ് ബസ് സ്റ്റോപ്പ്, പ്രാരിയിലെ അയ്യപ്പൻകാവ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 450 മീറ്റർ മാറിയിട്ട് 450 മീറ്റർ മാറിയിട്ട് ഈ കാണുന്നൊരു പ്രോപ്പർട്ടിയിലേക്കാണ്. കാറൊക്കെ സുഖമായിട്ടോടെ വരാൻ പറ്റും. 2 കാറിൽ കൂടുതൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, 6.5 സെൻറ്റ് സ്ഥലമുണ്ട്. 1750 സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത്. കണ്ടില്ല, റോഡൊക്കെ നല്ല കോൺക്രീറ്റ് റോഡാണെങ്കിലും അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. കണ്ടില്ലേ, 2-3 കാർ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോർ അവർ കെട്ടിയിട്ട് ഇപ്പോൾ 7 വർഷമായി. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ കെട്ടിയിട്ട് ഏകദേശം 2 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. നായൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ അതിനുള്ള കേജ് ഇവിടെ ആൾറെഡി ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ നായ്ക്കളുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഒരാൾ ഇവിടെ നിന്ന് കയറി വരിക. സോ ഇത് നമുക്ക് 4 സൈഡും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലുമാണ് അത്യാവശ്യം കൂടുതൽ സ്പേസ് ഉള്ളത്. റൈറ്റ് സൈഡിൽ കുറവേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡിലും കുറച്ച് അത്യാവശ്യം സ്പേസ് ഉണ്ട്. 2 തെങ്ങുണ്ട്. അത്യാവശ്യം കായ്ഫലമുള്ള തെങ്ങുകൾ തന്നെയാണുള്ളത്. ഒന്നും കൂടി നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കായ്ഫലം കിട്ടും. ഒരു മാവുണ്ട്. അതുപോലെ തന്നെ പുറമേ സൈഡിലും ഇതിലൊരു വാഷ്റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് തിരുമ്പുന്ന കല്ല് കൊടുത്തിരിക്കുന്നത്. സോ ചുറ്റുവട്ടം നമ്മൾ കാര്യങ്ങൾ കണ്ടു. ഇതാണൊരു ബാത്റൂം. ഇപ്പോൾ വെളിയിൽ ബാത്റൂം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വെളിയിലുണ്ട്. വർക്കേഴ്സിനോ അല്ലെങ്കിൽ നമ്മളെ തന്നെ വീട്ടിൽ ചിലവരുണ്ട് വീട്ടിനുള്ളിൽ യൂസ് ചെയ്യില്ല എന്നുള്ളത്, അവർക്കൊക്കെ യൂസ് ചെയ്യാം. ഇന്ത്യൻ ടൈപ്പിലൊക്കെ ഉള്ളത് ഇവിടെ വെളിയിൽ തന്നെ ഉണ്ട്. സോ ഇവിടെ വർക്ക് ഏരിയൻ്റെ സൈഡിൽ കൂടെ ഇവിടെ ചെറിയൊരു സ്പേസേ ഉള്ളൂ കേട്ടോ. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ അതുപോലെ തന്നെ ആലുവ അടുപ്പിൻ്റെ പൈപ്പൊക്കെ കൂടെ കാണാം. ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ റൈറ്റ് സൈഡിൽ. ഫ്രണ്ടിലും ബാക്കിലുമാണ് അത്യാവശ്യം കൂടുതൽ സ്പേസ് ഉള്ളത്. സോ ഇതാണ് വീട്ടിലെ വെളിയിലെ കാര്യങ്ങൾ. ഇപ്പോൾ അതിൽ കാർ ഷെഡ് എന്ന് പറഞ്ഞാൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ കണ്ടു, ഇവിടെ ഒരു ഫ്രണ്ടിൽ നമുക്കൊരു തെങ്ങുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ പുറമേ വശം നമ്മൾ കണ്ടത് 6.5 സെൻറ്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റ് വീട് അല്ലേ. ടോട്ടൽ നമ്മൾ ജസ്റ്റ് മേഴ്സി കോളേജിൻ്റെ സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് മേഴ്സി കോളേജിൻ്റെ ഇവിടെ എത്താം. ഓക്കെ, അതാണ് നമുക്ക് ഫ്രണ്ട് കയറി വഴിക്ക് നമുക്കൊരു സിറ്റ് ഔട്ടാണ് കിട്ടുന്നത്. സിറ്റ് ഔട്ട് നല്ല തേക്കിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡോറ്, അത് വിൻഡോ ചേർത്തായിട്ടുള്ളൊരു ഡോറ്. കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു നല്ലൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. ലിവിങ് സ്പേസ് ഉണ്ട് കയറുന്ന വഴിക്ക് തന്നെ. അവിടെ തന്നെ അവർ അതിൻ്റെ ഒരു സൈഡായിട്ട് പൂജ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂജ റൂം എന്നല്ല, പൂജ ഷെൽഫുമാരി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ബെഡ്റൂം പോവാണ്. ഈ ഒരു ബെഡ്റൂം മാത്രമാണ് ഇതിൽ അറ്റാച്ച് ഇല്ലാത്തുള്ളൂ. ഈ ഒരു ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. അത്യാവശ്യം ചെറിയ സ്പേസ് ഉള്ളൊരു റൂം തന്നെയാണ്. ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് കയറുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ്. താഴെയുള്ള 2 ബെഡ്റൂമിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ അവൻ്റെ അത്യാവശ്യം കുറേ സ്റ്റോറേജ് സാധനങ്ങളൊക്കെ ഒന്ന് സേവ് വെച്ചിരിക്കുകയാണ്. ഇതിൽ അടുത്തൊരു ബെഡ്റൂമുണ്ട്. ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സോ ഇതാണ് 2 ബെഡ്റൂമാണ് താഴെയുള്ള. അതിൽ ഒന്ന് കോമൺ ആയിട്ടുള്ള, അതിൽ അറ്റാച്ച് ഇല്ല. രണ്ടാമത്തേൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോട്ടൽ ലിവിങ് സ്പേസ് കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഭാഗത്ത് കൂടെ കയറുമ്പോൾ ഇവിടെ നമുക്ക് വാഷ് ബേസിൻ കാണാം. സ്റ്റെയറിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഡൈനിങ് സ്പേസ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡൈനിങ് സ്പേസ്, അതിനുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് ഇറങ്ങുന്നത്. ഓക്കെ, അതാണ് കിച്ചൺ സ്പേസ് വരുന്നത്. കിച്ചണിൽ അത്യാവശ്യം കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കിച്ചണാണ്. ഇവിടെ നിങ്ങോട്ടുള്ള ഈ വർക്ക് ഏരിയ ഷീറ്റ് ഇട്ടിട്ടാണ് ഇറക്കിയിരിക്കുന്നത് കേട്ടോ. ഈ വർക്ക് ഏരിയ ഷീറ്റ് ഇട്ടിട്ടുള്ളതാണ്. ഇതിൽ ആലുവ അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ വെളിയിൽ കണ്ട അതേ സ്പേസ് തന്നെ പുറമേ ഉള്ളത്. സോ ഇവിടുന്ന് നമ്മൾ ഇനി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നമുക്ക് സ്റ്റെയർ കേസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ജനൽ തന്നെയാണ് ഇവിടെ വെളിച്ചത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. നമുക്ക് കയറുമ്പോൾ ഇത് 2 വർഷം മാത്രം പഴക്കമുള്ള ഏരിയയാണ് ഇവിടെ മേലെ. അത്യാവശ്യം പുതിയ മോഡേൺ ടൈപ്പിലുള്ള ടൈൽസും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാം ഇൻറ്റീരിയർ അടക്കം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. സോ ഇത് ഒരു ബെഡ്റൂം, ഇതും അറ്റാച്ച്ഡ് ആണ്. 2 ബെഡ്റൂം അറ്റാച്ചാണ്. അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് മേലെയുള്ളത്. വാഷ്റൂം എല്ലാം നല്ല പുതിയ ടൈപ്പിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത്. ഇതൊരു 2 ഇയേഴ്സിൻ്റെ പഴക്കം ഇതിനകത്തുള്ളൂ.
ഇതാണ് ഒരു ബെഡ്റൂം. അടുത്ത ബെഡ്റൂം ഇതിനോട് പാരലായിട്ട് അടുത്ത സൈഡിൽ കാണുന്നുണ്ട്. വലിയൊരു ലിവിങ് സ്പേസ്, ഫാമിലി ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ നമുക്ക് 2 ബെഡ്റൂമാണ് മേലെയുള്ളത്. ഓക്കെ, വലിയൊരു ഹാള്, ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഫാമിലി ഏരിയ ആയിട്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അറ്റാച്ച്ഡ് ആണ്. ഇതിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വാഷ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് മേലെയുള്ള 2 ബെഡ്റൂമും. അപ്പോൾ ടോട്ടൽ 4 ബെഡ്റൂമായി. അതിൽ 3 അറ്റാച്ച്ഡായി. ഇവിടെ നമുക്ക് നല്ലൊരു ഫാമിലി ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നല്ല കബോർഡൊക്കെ മേലെയും കൊടുത്തിട്ടുണ്ട്, ഒരു ഷെൽഫൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നല്ലൊരു ബാൽക്കണി, ഈ ഒരു ഹാളിനോട് ചേർന്ന് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സിറ്റിംഗ് ഏരിയ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈറ്റും LED ലൈറ്റൊക്കെ ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കാണുന്ന. അടുത്തൊക്കെ ചുറ്റും വീടുകൾ തന്നെയാണ് കേട്ടോ. നല്ലൊരു ഏരിയ ആണ്. നമുക്കിവിടുന്ന് പറയുകയാണെങ്കിൽ മേഴ്സി കോളേജ് ഞാൻ പറഞ്ഞ പോലെ 5 മിനിറ്റ് മതി. അതുപോലെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ്, ലുലു മാളിലേക്കും അതുപോലെ ഒരു 15 മിനിറ്റ് മതിയായിരിക്കും. KSRTCക്ക് എത്താൻ ഒരു 10 മിനിറ്റ്, അത്രയൊക്കെ തന്നെ വേണ്ടുള്ളൂ. സോ നല്ലൊരു ഹൗസിംഗ് കോളനിയാണ്, നല്ലൊരു ഏരിയ ആണ്. ഇതിൻ്റെ മേലെ ടെറസിൻ്റെ മേലെ സൈഡിലേക്ക് നമുക്ക് ടോപ്പ് ലെവലിലേക്ക് ഒന്ന് കയറി നോക്കാം. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ടെറസ് ഏരിയ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ടെറസ് ഏരിയ. അവിടെ ഒരു ഫ്രണ്ടിലെ തെങ്ങിലും അത്യാവശ്യം കായ്ഫലമൊക്കെ ഉണ്ട്. നല്ല ചുറ്റും വീടുകളാണ് കേട്ടോ. നമ്മൾ കണ്ടു ചുറ്റും വീടുകളാണ്. ഇതിൽ ഇപ്പോൾ വാട്ടർ സോഴ്സ് കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് വാട്ടർ ടാങ്ക് മേലെ കണ്ടു. അത് വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒന്ന് ബോർവെല്ലാണ്, അതേപോലെ തന്നെ മലമ്പുഴ കണക്ഷനാണ്. സോ മലമ്പുഴ കണക്ഷൻ നിങ്ങൾക്കറിയാം, അത്യാവശ്യം പാലക്കാട് നല്ല രീതിയിൽ വെള്ളം കിട്ടാനുള്ള നല്ലൊരു സോഴ്സാണ്. അതുപോലെ തന്നെ ബോർവെല്ലും ഉണ്ട്. സോ വെള്ളത്തിന് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. അപ്പോൾ നിങ്ങൾ കണ്ടു ടോട്ടൽ 6.5 സെൻറ്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റ്. ഗ്രൗണ്ട് ഫ്ലോർ ഞാൻ പറഞ്ഞ പോലെ 7 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ 2 വർഷത്തിന് പഴക്കമുണ്ട്. 4 BHK, അതിൽ 3 അറ്റാച്ച്ഡ്, 1 കോമൺ ആണ്. വെളിയിൽ കോമൺ ആയിട്ടുള്ള ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞു തെങ്ങുണ്ട്, മാവുണ്ട്, എല്ലാ കാര്യമുണ്ട്. വീടിൽ നിന്ന് നമുക്കിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നമ്മൾ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് മതി. മേഴ്സി കോളേജിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു 5 മിനിറ്റ്, അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു 10 മിനിറ്റ്, അത്രേ ദൂരം വരുന്നുള്ളൂ. അതുപോലെ ലുലു മാളിൻ്റെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ്. സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും 50 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഓൺലി 50 lakh rupees. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.